ഹലോ, അപ്പോൾ നമ്മുടെ SLCയുടെ പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നമുക്കൊരു പോയം തരും, എന്നിട്ട് അതിൽ നിന്ന് ഒരു 4 ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും അല്ലേ. ഒരു 4 മാർക്കിനായിരിക്കും ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കഴിഞ്ഞ 2024 മദർ ടു സൺ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 2023 ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്നാണ്. 2022 ഇങ്ങനൊരു ക്വസ്റ്റ്യനേ ചോദിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്തവണ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു പോയം എന്ന് പറയുന്നത് ദ ബല്ലാഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ ആണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊരു 4 ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാ ലൈൻസ് ഇവിടെ തന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഇതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അതായത് റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത് തന്നെ ഈ തവണ ചോദിക്കുകയാണെങ്കിൽ, ഈ പോയത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ദ ബല്ലാഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് അടുത്ത ഭാഗം കൂടി ഒന്ന് നോക്കാം. നമുക്ക് പെട്ടെന്ന് ഓരോന്ന് പഠിച്ചു പോകാം കേട്ടോ. വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ട, ചുമ്മാ സംസാരിച്ചിട്ട്. അപ്പം നിങ്ങളിവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പിക്ക് ഔട്ട് ദ 2 റെഫറൻസസ് ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ ദാറ്റ് ടെൽ യു ദ ടൈം ഈസ് ഏർലി മോർണിംഗ് അല്ലേ. അതിരാവിലെ ആയെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 2 റെഫറൻസ് ഇവിടുന്ന് എടുത്തെഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ആൻസർ എന്താ? സ്പാരോ ചിർപ്പ്, മോത്ത്സ് കെയിം, വൺസ് മോർ അല്ലേ. സ്പാരോ ചിർപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുരുവികളുടെയൊക്കെ ശബ്ദത്തിനെയാണ് ചിർപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ കിളികൾ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ രാവിലെയാണെന്ന് നമുക്കറിയാം അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ മോത്ത്സ് കെയിം, വൺസ് മോർ. ഓക്കെ ആണല്ലോ. 6ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ അതാണ്. ഇനി അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 6ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. ഇനി അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ആൻ ഇൻസ്റ്റൻസ് ഓഫ് അലിട്രേഷൻ ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇവിടെ 2 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്, ബാക്കിയുള്ളത് ഓരോ മാർക്കിനും. അപ്പോൾ ടോട്ടലി പോയിൻ തന്നിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ചിലപ്പം 5 മാർക്കിനും അല്ലെങ്കിൽ 4 മാർക്കിനും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ 7ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടല്ലോ. ഇനി നമുക്ക് ആൻസറിലേക്ക് പോവാം. ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ കണ്ടില്ലേ. ഓക്കെ ആണല്ലോ. 7th ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കുക. ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡിഡ് പീറ്റർ ഗില്ലിഗൻ എക്സ്പ്രസ് ഹിസ് സാഡ്നെസ് ഇൻ നോട്ട് പെർഫോമിങ് ഹിസ് ഡ്യൂട്ടി? അവരുടെ ഡ്യൂട്ടി ചെയ്യാത്തതിൽ എങ്ങനെയാണ് ഫാദർ ഗില്ലിഗൻ അത് എക്സ്പ്രസ് ചെയ്ത്, ആ വിഷമം എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തതെന്ന് നോക്കാം. ആൻസർ നോക്കാം. 8ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. ഹി എക്സ്ക്ലെയിംഡ്, മേവ്രോൺ മേവ്രോൺ, ദ മാൻ ഹാസ് ഡൈഡ് വൈൽ ഐ സ്ലപ്റ്റ് ഇൻ ദ ചെയർ. ഞാൻ ആ ചെയറിലിരിക്കുമ്പോൾ ദ മാൻ ഹാസ് ഡൈഡ് അല്ലേ. ഓക്കെ, ആൻസർ ഒന്നുകൂടെ നോക്കാം. ഹി എക്സ്ക്ലെയിംഡ്, മേവ്രോൺ മേവ്രോൺ, ദ മാൻ ഹാസ് ഡൈഡ് വൈൽ ഐ സ്ലപ്റ്റ് ഇൻ ദ ചെയർ. ഓക്കെ ആണല്ലോ. ഇനി 9th ക്വസ്റ്റ്യൻ നോക്കാം. 9th ക്വസ്റ്റ്യൻ ഇവിടെ. ഹി റോസ്റ്റ് ഹിസ് ഹോഴ്സ് ആൻഡ് ഇത് അതിൻ്റെ ആൻസറാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, വാട്ട് ഡിഡ് പീറ്റർ ഗില്ലിഗൻ ഡു വൺസ് ഹി റിയലൈസ്ഡ് ഹിസ് മിസ്റ്റേക്ക്? പീറ്റർ ഗില്ലിഗൻ്റെ മിസ്റ്റേക്ക് മനസ്സിലായതിനു ശേഷം അദ്ദേഹം എന്താണ് ചെയ്തത് നോക്കാം. ഇവിടെ 9ൻ്റെ ആൻസർ നോക്കൂ. അപ്പോൾ പീറ്റർ ഗില്ലിഗൻ തെറ്റ് മനസ്സിലാക്കിയതിന് ശേഷം ഹി റൗസ്ഡ് ഹിസ് ഹോഴ്സ് ആൻഡ് റോഡ് വിത്ത് നോ കെയർ. ഓക്കെ ആണല്ലോ. ഈ ആൻസറൊക്കെ ഒന്ന് പഠിച്ച് വെക്കണം കേട്ടോ നിങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇതുപോലുള്ള പോയത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൻ്റെ അടുത്ത വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇത് പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് ഇത് മാത്രം ഒരു സിംഗിൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് ഇരുന്ന് പഠിക്കുക കേട്ടോ. ഓക്കെ, ഇവിടുത്തെ 7ാമത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഒന്ന് നോക്കുക. ഇത് ഞാൻ അപ്പോൾ പറയാൻ വിട്ടതാണ്. ഇത് ഇൻസ്റ്റൻറ്റ് അലിട്രേഷൻ പറഞ്ഞിട്ടില്ലേ. ഇത് ചിലപ്പോൾ നിങ്ങളോട് ഇനി മറ്റൊരു പോയിന്റ് തരികയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻസ് ഓഫ് അലിട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേർഡോ അല്ലെങ്കിൽ ഒരു സൗണ്ടോ പെട്ടെന്ന് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അങ്ങനെ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റാൻസയിലുള്ളതല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റാൻസയിൽ അങ്ങനെ ഏതെങ്കിലും വേർഡ്സ് ഉണ്ടോ എന്നൊന്ന് നോക്കൂ. ഓക്കെ, ഇതാണ് ഈ ആദ്യത്തെ സ്റ്റാൻസയിൽ അങ്ങനെ ഒരു വേർഡോ അല്ലെങ്കിൽ സൗണ്ടോ പെട്ടെന്ന് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇവിടെ ഒന്ന് വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ വരിയാണല്ലേ 3ാമത്തെ വരി. ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ കണ്ടില്ലേ, അവിടെ പി വരുന്ന കണ്ടില്ലേ, പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ. ഓക്കെ ആണല്ലോ. അങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻസ് ഓഫ് സൗണ്ട് അല്ലെങ്കിൽ വേർഡ്സ് വരുന്നതാണ് അലിട്രേഷൻ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആ സാധനം ക്ലിക്കായാൽ 1 മാർക്ക് കിട്ടി അല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കുക. ബാക്കി എല്ലാ ക്വസ്റ്റ്യനും ആൻസറും വഴിയേ വരുന്നുണ്ട് കേട്ടോ.